ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളുമായി പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറൂസ്. ഭീകരരുടെ ചിത്രങ്ങളേന്തിയാണ് ഉറൂസിന്റെ ഭാഗമായി ആന എഴുന്നള്ളത്ത് നടന്നത്. ഇസ്രായേൽ തുടച്ചു നീക്കിയ ഹമാസ് തലവന്മാരായിരുന്ന ഇസ്മയിൽ ഹനിയ, യഹിയ സിൻവർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് പാലക്കാട് തൃത്താലയിലെ പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു, അത് ഉയർത്തിക്കാട്ടുന്നു, ആഘോഷ തിമിർപ്പിൽ ഹമാസ് ഭീകരരെ കൂടി ഉൾപ്പെടുത്തുന്നു. എന്താണ് ഇതിലൂടെ നൽകുന്ന സന്ദേശം? രോഹിണി, ഇന്നലെയാണ് പാലക്കാട് തൃത്താലയിൽ ഈ ഒരു ഉറൂസ് നടന്നത്. ആ ഉറൂസിൽ സംഘടിപ്പിച്ച അതിലെ ആന എഴുന്നള്ളത്തിലാണ് ഇത്തരത്തിൽ ഹമാസ് തീവ്രവാദികളുടെ ചിത്രവും ഏന്തിക്കൊണ്ടുള്ള എഴുന്നള്ളിപ്പ് നടന്നത് എന്നുള്ളതാണ്. തറവാടീസ് തെക്കേ ഭാഗം, മിന്നൽപ്പട തെക്കേ ഭാഗം എന്ന ടീമാണ് ഈ തീവ്രവാദികളുടെ ചിത്രവും ആനപ്പുറത്ത് പിടിച്ചുകൊണ്ട് എഴുന്നള്ളത്ത് നടത്തിയത് എന്നുള്ളതാണ്. ഹമാസ് തീവ്രവാദികളായ ഇസ്മയിൽ ഹനിയ, അതുപോലെ തന്നെ യഹിയ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ഇവർ ആനപ്പുറത്ത് പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഇസ്മയിൽ ഹനിയയെ ഇസ്രായേൽ തുടച്ചു നീക്കിയതാണ്. അതുപോലെ തന്നെ യഹിയ സിൻവാറിനെ ഇറാനും തുടച്ചു നീക്കിയതാണ്. അതായത് ഈ വലിയ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. 2023 ഒക്ടോബർ മാസത്തിലൊക്കെ ഇവർ ചെയ്ത തീവ്രവാദ പ്രവർത്തനങ്ങൾ ലോകമാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തതാണ്. അതായത് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ കൊന്നെടുക്കുന്നു, വലിയ കൂട്ടക്കൊലകൾ നടത്തുന്നു, അതിനുശേഷം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ അടിമകളാക്കി മാറ്റുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുള്ള തീവ്രവാദികളാണ് ഈ പറയുന്ന ചിത്രങ്ങളിലുള്ള ആളുകൾ. അവരുടെ ചിത്രങ്ങളെ ഒരു വീരപരിവേഷം നൽകിക്കൊണ്ട് അവരെ ഒരു ഹീറോ ആയിട്ടൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ എഴുന്നള്ളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണിത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, മന്ത്രി MP രാജേഷും അതുപോലെ തന്നെ തൃത്താലയിൽ നിന്നുള്ള മുൻ MLA ആയ VT ബലറാം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പങ്കെടുത്തിട്ടുള്ള പരിപാടി, ആ പരിപാടിയിലാണ് ഇത്തരത്തിൽ തീവ്രവാദികളുടെ ചിത്രം ആനപ്പുറത്ത് കൊണ്ടു നടന്നത് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. പക്ഷേ അവരൊന്നും ഇതിനെ തള്ളിപ്പറയുകയോ മറ്റോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല, പോലീസ് ഈ ചിത്രം ആദ്യ അവസാനം, അതായത് ഈ തൃത്താലയിലെ ഉറൂസിൻ്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ ഈ ചിത്രവും പിടിച്ച് ആനപ്പുറത്ത് പിടിച്ചുകൊണ്ട് എഴുന്നള്ളത്ത് നടത്തുകയായിരുന്നു. അത് വൈകുന്നേരം, രാത്രി ഏറെ വൈകി വരെ ഇത് നീണ്ടു നിൽക്കുകയും ചെയ്തു. പക്ഷേ ഒരു സമയത്ത് പോലും പോലീസ് ഈ തീവ്രവാദികളുടെ ചിത്രം ഉപയോഗിച്ച് ഇങ്ങനെ എഴുന്നള്ളത്ത് നടത്തുമ്പോൾ അത് തടയുകയോ അല്ലെങ്കിൽ ആ ചിത്രം മാറ്റിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഈ തീവ്രവാദ എലമെൻറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൻ്റെ മണ്ണിൽ അനുദിനം കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. തൃത്താല കേന്ദ്രീകരിച്ചും ആ പ്രദേശത്തും ഇത്തരത്തിൽ പരസ്യമായിട്ട് തന്നെ ഈ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ഒരു ആഘോഷത്തിൽ തന്നെ ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗൗരവകരമായ കാര്യം. മാത്രമല്ല, പോലീസിൻ്റെ നിസ്സംഗതയും വലിയ രീതിയിൽ ഇതിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഉത്സവങ്ങളിലൊക്കെ കാവി റിബണുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കാവിക്കൊടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അതിനെ അഴിച്ചു മാറ്റിപ്പിക്കാനും മറ്റുമൊക്കെ പോലീസ് തയ്യാറായി. അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നതൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിരിക്കെ ഇങ്ങനെ തീവ്രവാദികളുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിട്ടും പോലീസ് അത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ സംഭവത്തിൽ വലിയ വിമർശനവും പ്രതിഷേധവും ഉയരുന്നുണ്ട്. അത് മുസ്ലിം ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അതിന് പരസ്യമായി ഈ തീവ്രവാദത്തേക്ക് ഒരു വിഭാഗം മുസ്ലിംകൾ പരസ്യമായിട്ട് തന്നെ തള്ളിപ്പറയുന്നുണ്ട് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം എത്തുന്നു, അതിനെ പരസ്യമായി. നമുക്കറിയാം, ഈ തീവ്രവാദികളുടെ പേരുകളൊക്കെ ലോകമാധ്യമങ്ങൾ ഒന്നടങ്കം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ഇവരെ തുടച്ചു നീക്കിയത് ഓരോ നാടുകളിലും ആഘോഷിക്കുക വരെ ചെയ്തതാണ്. കാരണം അത്രയും കൊടും ക്രിമിനലുകളാണ് ഇവർ. അത്തരത്തിലുള്ള ക്രിമിനലുകളെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ആളുകൾ അതിനെ ഒരു ഹീറോ ആയിട്ടൊക്കെയാണ് ആനപ്പുറത്ത് വരെ എഴുന്നള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കറിയാം, കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളായാലും അല്ലെങ്കിൽ
ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിലെ ഉത്സവങ്ങളായാലും ഒക്കെ അതൊരു മതസൗഹാർദ്ദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുകൂടെ സംഘടിപ്പിക്കുന്ന പരിപാടികളാണ്. എന്നിരിക്കെയാണ് ഈ പരിപാടിയിലേക്ക് ഇത്തരത്തിലുള്ള തീവ്രവാദ ചിന്തകളുമായിട്ട്, തീവ്രവാദികളുടെ ചിത്രങ്ങളുമായിട്ട് ഈ ഉത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ ചിത്രത്തിനെതിരെ ഇങ്ങനെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടും പോലീസ് ഇതിന് കൂടുതൽ അന്വേഷണം നടത്തുകയോ മറ്റോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല.